ഒരു പബ്ലിക് പ്രോഗ്രാമിൽ വെച്ചുകൊണ്ട് ഡോക്ടർ APJ അബ്ദുൽ കലാമിനോട് ഒരു കുട്ടി ചോദിച്ച ചോദ്യം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ചോദ്യം ഇതായിരുന്നു: ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഇൻസ്പിറേഷണൽ ആയിട്ടുള്ള, ഞങ്ങളെല്ലാവരും റോൾ മോഡലായിട്ട് കാണുന്ന താങ്കൾക്ക് ഏറ്റവും ഇൻസ്പിറേഷൻ തോന്നിയിട്ടുള്ള, അല്ലെങ്കിൽ താങ്കൾ ഏറ്റവും റോൾ മോഡലായിട്ട് കാണുന്നത് ആരെയാണ്? നമ്മളെല്ലാവരും വിചാരിക്കും അന്ന് പ്രസിദ്ധരായുള്ള ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് സ്പേസ് സയന്റിസ്റ്റുകളും അതുപോലെ തന്നെ വളരെ പ്രഗത്ഭരായുള്ള ഒരുപാട് ആളുകളുണ്ട്, അതിലാരെങ്കിലുമൊക്കെ പേര് പറയും എന്നുള്ളതാണ്. പക്ഷേ APJ അബ്ദുൽ കലാം പറഞ്ഞ ഒരു ആൻസർ, അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹം അതിനെ ആൻസർ ചെയ്തു. കാര്യം ഇത്രയാണ്. അതിൻ്റെ ഒരു സന്ദർഭം അദ്ദേഹം വിവരിക്കുന്നത് ഇങ്ങനെയാണ്: അദ്ദേഹത്തിന് ഒരു 10 വയസ്സ് പ്രായമുള്ള സമയത്ത്, അതായത് ഏകദേശം ഒരു 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത്, അദ്ദേഹത്തിന്റെ ക്ലാസ്സിൽ, അദ്ദേഹം പഠിക്കുന്നത് രാമേശ്വരത്താണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഓട്ടോബയോഗ്രഫി നമ്മളെല്ലാവരും വായിച്ചതാണ്. രാമേശ്വരത്തുള്ള സ്കൂളുകളാണ് പഠിക്കുന്നത്. രാമേശ്വരത്തുള്ള ആ സ്കൂളിൽ അദ്ദേഹം ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ ആ പീരീഡ് അദ്ദേഹത്തിന്റെ ഫിസിക്സ് ടീച്ചർ, അതായത് ശിവസുബ്രഹ്മണ്യ അയ്യർ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഫിസിക്സ് ടീച്ചർ ക്ലാസ്സിലോട്ട് കയറി വരികയാണ്. അങ്ങനെ ടീച്ചർ ക്ലാസ്സിലോട്ട് വന്നിട്ട് ജസ്റ്റ് ആ ഒരു ചോക്ക് ബോർഡിൽ ഒരു ഡയഗ്രാം, ഒരു ചിത്രം വരയ്ക്കുകയാണ്. ചിത്രത്തിൽ ജസ്റ്റ് കാണിക്കുന്ന കാര്യം ഒരു കിളി എങ്ങനെ പറക്കുന്നു എന്നുള്ളതാണ്. ഒരു കിളി, സാധാരണ നമ്മളെല്ലാവരും കാണുന്ന ഒരു കിളി എങ്ങനെയാണ് ആക്ച്വലി പറക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിന് വിങ്സ് ഉണ്ട്. ആ വിങ്സ് തന്നെ ജസ്റ്റ് വിങ്സ് ഉണ്ടായാൽ മാത്രം പോരാ, വിങ്സ് ഉള്ള എല്ലാ കിളികളും പറക്കുന്നില്ല. പക്ഷെ അതിന് വേറെയും ഒരുപാട് കാര്യങ്ങളുണ്ട്. എയറോഡൈനാമിക്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ശരിക്കും ഒരു കിളി പറക്കുന്നത്, ഒരു പക്ഷി എങ്ങനെ പറക്കുന്നു എന്നുള്ള കാര്യമാണ് ആ ഒരു പീരിയഡിൽ ത്രൂ ഔട്ട് ആ ടീച്ചർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ആ ടീച്ചറിന്റെ പ്രസന്റേഷൻ സ്കിൽ എന്ന് പറഞ്ഞാൽ വളരെ അട്രാക്റ്റീവ് ആയിരുന്നു. അതിൻ്റെ എല്ലാ കാര്യങ്ങളും വളരെ, ആ ഒരു ഇമാജിനേഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വളരെ ക്രിയേറ്റീവ് ആയിക്കൊണ്ട് ആ കാര്യം എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ആ ക്ലാസ്സിൽ ഇരുന്നു കൊണ്ടാണ് ആദ്യമായിക്കൊണ്ട് ഡോക്ടർ APJ അബ്ദുൽ കലാമിന് എനിക്കും പറക്കണം, അല്ലെങ്കിൽ ഈ പറക്കുന്നതിൻ്റെ പുറകിലുള്ള സയൻസ് പഠിക്കണം എന്നുള്ള ഒരു ആഗ്രഹം, അടങ്ങാത്തൊരാഗ്രഹം ഉണ്ടാവുന്നത്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്പാർക്ക് ഉണ്ടാക്കി കൊടുത്ത ആ ടീച്ചറെയാണ് അദ്ദേഹത്തിൻ്റെ ലൈഫിൽ അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരാളായിട്ട് അദ്ദേഹം കണ്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിനുശേഷം നടന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം അല്ല. അതിനുശേഷം പിന്നെ എയർഫോഴ്സിൽ പോകണമെന്ന് ആഗ്രഹിച്ചു. എയർഫോഴ്സിൽ പോകാൻ ഫിസിക്കലി ഉള്ള കാര്യങ്ങൾ മീറ്റ് ചെയ്യാത്തതുകൊണ്ട് അദ്ദേഹത്തെ റിജക്ട് ചെയ്യപ്പെട്ടു. അങ്ങനെ ഒടുവിൽ അദ്ദേഹം സ്പേസുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളും, പിന്നെ അതുപോലെ IISER പോലുള്ള സ്ഥാപനങ്ങൾ വർക്ക് ചെയ്തതും, ഒടുവിൽ ഇന്ത്യയുടെ പ്രസിഡന്റ് ആവുന്ന സമയത്ത് പണ്ട് റിജക്ട് ചെയ്ത അതേ ഫ്ലൈറ്റിൽ, അല്ലെങ്കിൽ അന്ന് നമുക്ക് നേടിയെടുക്കാൻ പറ്റാത്ത എയർഫോഴ്സിന്റെ ഫ്ലൈറ്റുകളിൽ പറന്നതും, ആ ഫ്ലൈറ്റ് ഡ്രൈവ് ചെയ്തതും, എല്ലാ കാര്യങ്ങളും പിന്നീട് തന്നെ ഹിസ്റ്ററി പോലെ നമ്മൾ എല്ലാവരും വായിച്ചിട്ടുള്ളതാണ്. പക്ഷേ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഈ ഒരു പോയിന്റ്, അദ്ദേഹത്തെ ഇൻസ്പയർ ചെയ്ത ഒരാളെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, വളരെ സാധാരണക്കാരനായിട്ടുള്ള ഒരു സ്കൂൾ ടീച്ചറിന്റെ കാര്യമാണ്. ഇപ്പം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നുള്ളവരിലെ ടീച്ചേഴ്സ് ഉണ്ട് എങ്കിൽ ടീച്ചേഴ്സ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളെല്ലാവരും, ഞാനടക്കം നമ്മളെല്ലാവരും ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് കുട്ടികളെ നമ്മുടെ മുന്നിൽ കിട്ടുന്നതാണ്. ഒരു ഇയർ, 1 ഇയർ കംപ്ലീറ്റ് ആയിട്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ നെക്സ്റ്റ് ഇയറിലോ, അങ്ങനെ കുറച്ച് വർഷങ്ങൾ നമ്മുടെ മുന്നിൽ കിട്ടുന്ന ഓരോ ഫേസിലും, അല്ലെങ്കിൽ ഓരോ കുട്ടികളിലും ഒരു ഡ്രീമിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പാർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റി ഉള്ള ആളുകളാണ് നമ്മൾ. ഞാൻ എപ്പോഴും പല ആളുകളോടും പറയാറുണ്ട്, ടീച്ചേഴ്സിന് കിട്ടിയുള്ള ഏറ്റവും വലിയ ബ്ലെസ്സിങ് എന്ന് പറയുന്നത് അതാണ്. അതായത് നാളെ ഈ രാജ്യത്ത് വരാൻ പോകുന്ന ഒരുപാട് ടാലൻ്റ് ആയിട്ടുള്ള ആളുകൾക്ക് ഒരു ബേസ് ഉണ്ടാക്കി കൊടുക്കാനും, അവരെ ഗൈഡ് ചെയ്യാനും, അവരുടെ ഡ്രീമുകൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഡ്രീമുകളുടെ സ്പാർക്ക് ഇഗ്നൈറ്റ് ചെയ്യിക്കാനും വളരെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയുള്ള ആളുകളാണ് ടീച്ചേഴ്സ് എന്ന് പറയുന്നത്. നമ്മളത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ. ഇനി എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന കുട്ടികളും അതുപോലെ തന്നെ പാരൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളോടും പറയാനുള്ള കാര്യം, ഞാൻ മുന്നേയും പല വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളതാണ്, റോൾ മോഡൽ ആക്കുമ്പോൾ, ഒരാളെ റോൾ മോഡൽ ആക്കുകയാണെങ്കിൽ നമ്മൾ വിചാരിക്കേണ്ടത് അയാൾ വലിയ പ്രസിദ്ധനായി അല്ലെങ്കിൽ സക്സസ് ആയി എന്നുള്ളത് കൊണ്ട് മാത്രമായിരിക്കരുത് ഒരാളെ നമ്മൾ റോൾ മോഡൽ ആക്കേണ്ടത്. നമ്മുടെ ലൈഫിനെ ഏറ്റവും കൂടുതൽ ഇമ്പാക്ട് ചെയ്തിട്ടുള്ള ആളുകൾ, അത് പല ആളുകളും ഉണ്ടാവാം. നമ്മൾ ടീച്ചേഴ്സ്, പാരൻസ്, ഫ്രണ്ട്സ്, ഫാമിലി മെമ്പേഴ്സ്, അല്ലെങ്കിൽ നമ്മൾ ചിലപ്പം നമ്മുടെ ലൈഫിൻ്റെ പല സിറ്റുവേഷൻസിൽ നമ്മൾ പോലും അറിയാതെ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ആളുകൾ, ഇവരെല്ലാവരും നമ്മുടെ ലൈഫിൻ്റെ ഒരു പാർട്ടാണ്. നമ്മൾ കടന്നു വന്നിട്ടുള്ള ജേണിയിൽ പല സമയങ്ങളിൽ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ആളുകളാണ്. ഇവരിൽ നിന്നൊക്കെ നമുക്ക് ഓരോ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അല്ലാതെ ഒരിക്കലും ഒരു വലിയൊരു ബുക്ക് എഴുതിയിട്ടുള്ള ഒരാളാവണമെന്നില്ല, ഇന്ത്യയുടെ പ്രസിഡന്റ് ആവണമെന്ന് നിർബന്ധമില്ല, അല്ലെങ്കിൽ എല്ലാവരും അറിയപ്പെടുന്ന ഒരാളാവണമെന്ന് ഒരു നിർബന്ധമില്ല. അവരെ നമുക്ക് എന്ത് പേഴ്സണൽ കണക്ഷൻ അവരായിട്ട് നമുക്കുള്ളത്, നമ്മൾ വായിച്ചറിഞ്ഞിട്ടുള്ളതിലപ്പുറം, അല്ലെങ്കിൽ നമ്മൾ പുറത്തോട്ട് കാണുന്ന ഇമേജിലപ്പുറം നമുക്ക് കാര്യമായിട്ടൊന്നും ഇവരെ കുറിച്ച് ആരെ കുറിച്ചും അറിയില്ല. പക്ഷെ നിങ്ങളുടെ വളരെ ക്ലോസ് ആയുള്ള ഫ്രണ്ടിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം, വളരെ ക്ലോസ് ആയുള്ള റിലേറ്റീവിനെ കുറിച്ച് അറിയാം, നിങ്ങളുടെ പാരൻസിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം. അവരെങ്ങനെയാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ ഇമ്പാക്ട് ചെയ്യുന്നത്, നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്കറിയാം. നിങ്ങളുടെ ടീച്ചേഴ്സിനെ കുറിച്ച് ഞാൻ എപ്പോഴും പറയാറുണ്ട് അല്ലേ, നമ്മളെ ഇഷ്ടപ്പെടുന്ന, നമ്മുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള കുറേ ടീച്ചേഴ്സ് ഉണ്ടാവും. ആ ടീച്ചേഴ്സിനെ നമുക്ക് നന്നായിട്ട് അറിയാം. അവരാണ് നമ്മുടെ പ്രൈമറി സോഴ്സ് എന്ന് പറയുന്നത്, നമ്മളെ ഇൻസ്പയർ ചെയ്യുന്നതിലെ പ്രൈമറി സോഴ്സ്. ബാക്കിയെല്ലാം നമുക്ക് ഓക്കെ, ബാക്കി അവരൊക്കെ നമുക്ക് റോൾ മോഡൽസ് ആയിട്ട് കാണാം. പക്ഷേ ഇത്തരത്തിൽ നമ്മൾ മറന്നു പോകുന്ന, നമ്മൾ കാണാതെ പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർ നമുക്ക് തരുന്ന സ്പാർക്കുകളാണ് പിന്നീട് പലപ്പോഴും നമ്മൾ പല പൊസിഷൻസിലോട്ട് എത്തിപ്പെടുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്നുള്ളത്. സോ എപ്പോഴും നമ്മുടെ കൂടെ നിന്ന ആളുകളെ ഓർക്കുക. അവരിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ ഒരിക്കലും നമ്മൾ അവഗണിക്കരുത്, അല്ലെങ്കിൽ അത് നമ്മൾ മറക്കാൻ ശ്രമിക്കരുത്. അത് എപ്പോഴും നമ്മുടെ കൂടെ കൊണ്ടു നടക്കുക. ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡും അല്ലെങ്കിൽ ആ ഒരു കടപ്പാടും നമ്മൾ ഉണ്ട് എങ്കിൽ ഡെഫിനറ്റ്ലി നമ്മുടെ സക്സസ്സിൽ വലിയൊരു മുതൽക്കൂട്ടായിരിക്കും. താങ്ക് യു.